ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്സിനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആ വിൽക്കുന്ന ആളോട് ചോദിക്കും. അതില് കമ്പനി ഏത് മേഖലയിലാണ്, എത്ര കാലമായി, അങ്ങനത്തെ കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചോദിക്കും. അതിനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ലാഭനഷ്ട കണക്കുകളെ കുറിച്ച് മാത്രം നമുക്ക് നോക്കാം. ലാഭനഷ്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കൂടുതലും ചോദിക്കുന്ന ഈ ബിസിനസ് എത്ര കാലമായിട്ട് എത്ര ലാഭം ഉണ്ടാക്കി, ഇപ്പൊ എത്ര ലാഭമാണ്, ഇപ്പൊ എത്ര നഷ്ടമാണ്, അതിന്റെ കാരണങ്ങൾ, ചെലവുകൾ എത്രയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. നല്ല ചോദ്യങ്ങളാണ്. പക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും. അത് ഈ ബിസിനസ് ഇപ്പോ നല്ല രീതിയിലാണോ സാമ്പത്തികമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് മേടിക്കുന്നത് നല്ലതാണോ ഇല്ലയെന്ന് ഈ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഭാവിയിൽ എന്നിട്ട് ലാഭനഷ്ടങ്ങൾ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഈ വിവരം കൊണ്ട് മാത്രം പറ്റില്ല. അതിന് നമുക്ക് വാല്യുവേഷൻ എന്നൊരു ചെറിയ പരിപാടി കൂടെ ചെയ്യേണ്ടി വരും. ഒത്തിരി വലിയ കമ്പനികളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ഒക്കെ വായിച്ചിട്ടുണ്ടാവും അവർ വാല്യുവേഷൻ ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ വായിക്കുന്നവർക്ക് അറിയാതിരിക്കാം ഈ വാല്യുവേഷൻ എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ വാല്യുവേഷനിൽ ഒരു ഡിസ്കൗണ്ടിങ് എന്ന പ്രത്യേകതരം വാല്യുവേഷൻ ഉണ്ട്. ആ ഡിസ്കൗണ്ടിങ് എന്നുള്ള വാല്യുവേഷനിലൂടെ ഭാവിയിൽ ഈ കമ്പനി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ലാഭവും നഷ്ടവും ഇന്ന് എത്ര രൂപ ലാഭനഷ്ടമായിട്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ വാല്യുവേഷനിലൂടെ നമുക്ക് ഭാവിയിൽ ഈ കമ്പനി 3 വർഷത്തിൽ മാസം 1 കോടി ലാഭം എന്ന അവസ്ഥയിലെത്തും എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിങ്ങിലൂടെ നിങ്ങൾക്ക് ആ 1 കോടി 3 വർഷം കഴിഞ്ഞുള്ളത് ഇന്നത്തെ മൂല്യം അനുസരിച്ച് എത്ര രൂപയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ 1 കോടി ചിലപ്പോൾ ഇന്നത്തേതിൽ 2 കോടി ആയിരിക്കാം, എത്രയായിരിക്കാം. പക്ഷെ ഇന്ന് ഭാവിയിലുള്ള ലാഭവും നഷ്ടവും ഇന്നത്തെ നിലവാരം അനുസരിച്ച് അത് എത്ര രൂപയായിട്ട് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ ഒരു ബിസിനസ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വാല്യുവേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ ഇപ്പൊ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വാല്യുവേഷൻ ചെയ്യുന്ന ഒരാളിനെ കണ്ടുപിടിച്ച് ഈ ഡിസ്കൗണ്ടിങ്ങിലൂടെ ഈ ഭാവിയിലെ ലാഭനഷ്ടം ഇന്ന് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വിവരം നിങ്ങൾക്ക് തരും. ഇതുവരെയുള്ള ലാഭനഷ്ടം എത്രയാണെന്ന് നമുക്ക് അറിയാം, അതിന്റെ ഡേറ്റ ഓൾറെഡി കാണും. പക്ഷെ ഭാവിയിൽ ഈ ലാഭനഷ്ടം എത്രയായിരിക്കുമെന്നും അതിന്റെ ഇന്നത്തെ വാല്യൂ എത്രയായിരിക്കുമെന്നും നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്യേണ്ട കാര്യമാണ് പുതിയ ബിസിനസ്സോ കമ്പനിയോ ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്.